റിതു സ്മോൾ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഇന്ന് ഒരു അടിപൊളി ബീൻസ് തോരൻ്റെ റെസിപ്പിയായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇനി നമുക്കതൊന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ഗ്രേവി ഒന്ന് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മുറി തേങ്ങയുടെ പീരയാണ് ഞാൻ ജാറിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 കഷ്ണം ചുമന്നുള്ളി രണ്ടായിട്ട് കീറിയതും 3 ഇതള് വെളുത്തുള്ളി രണ്ടായിട്ട് കീറിയതും ചേർത്ത് കൊടുക്കാം. ഇനി എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരല്പം ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ചതക്കുകയേ ആകാവൂ, ഒരുപാട് അരഞ്ഞു പോകരുത്. ചതച്ചെടുത്ത ഗ്രേവി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓണാക്കി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ചൂടായ എണ്ണയിലേക്ക് കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞ ശേഷം ചെറുതായി വട്ടത്തിലരിഞ്ഞ് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളകും കറിവേപ്പിലയും നന്നായിട്ടൊന്ന് ഇളക്കി വാടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കഷ്ണം ചുവന്നുള്ളി, വട്ടത്തിലരിഞ്ഞ ഒരു കഷ്ണം ചുവന്നുള്ളി കൂടെ ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രേവി കൂടെ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഗ്രേവിയുടെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ചേർത്ത് കൊടുക്കാം. 250 ഗ്രാം ബീൻസ് ആണ് നമ്മൾ തോരൻ വെക്കുന്നത്. ഇനിയും ഈ ഗ്രേവിയും ബീൻസും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി മിക്സ് ചെയ്ത ബീൻസിൻ്റെ മധ്യഭാഗം ഒന്ന് കുഴിച്ച് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഗ്രേവി തയ്യാറാക്കിയ ജാർ അല്പം ചൂടുവെള്ളത്തിലാണ് നമ്മൾ കഴുകിയത്, അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നീക്കി കൂട്ടി അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ വേവിക്കാൻ. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഇനി നമുക്കിതിൻ്റെ അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. അല്പം പോലും അടുക്കി പിടിച്ചിട്ടില്ല. നമ്മൾ ഇടവിട്ട് ഒരു 4-5 പ്രാവശ്യം ഇളക്കി കൊടുത്തിരുന്നു, അതുകൊണ്ടാണ് അടുക്കി പിടിക്കാതിരുന്നത്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് തുറന്ന് തന്നെ വെച്ച് ഇതിലെ ജലാംശം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ തോരൻ റെഡിയായി. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. തോരൻ നമ്മൾ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് നോക്കി, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്യുകയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണേ.
സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബിന്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ മറ്റൊരു വീഡിയോ ഉടൻ തന്നെ കാണാം. താങ്ക് യു.